വ്യത്യസ്തമായൊരു ജന്മദിന ആഘോഷം നടന്നിരിക്കുകയാണ് കൊല്ലം ഇരവിപുരത്തെ കെട്ടിടമുകളിൽ. തോമസ് എന്ന് വിളിപ്പേരുള്ള തെരുവുനായയുടെ ജന്മദിനമാണ് നാട്ടുകാർ ആഘോഷിച്ചത്. കേക്ക് മുറിക്കലും ബിരിയാണി വിതരണവുമൊക്കെയായി വിപുലമായിട്ടായിരുന്നു ആഘോഷം. കഴിഞ്ഞ ദിവസം കൊല്ലം ഇരവിപുരം കെട്ടിടമുകൾ ഭാഗത്ത് കൂടി പോയ യാത്രക്കാർ ആദ്യമൊന്ന് അമ്പരന്നു. റോഡിലതാ കേക്കും മുട്ടായിയും ഒക്കെയായി കുറച്ച് ആൾക്കാർ. സംഭവം എന്താണെന്നറിഞ്ഞപ്പോൾ അമ്പരപ്പ് കൗതുകമായി മാറി. ഞങ്ങളുടെ തോമസിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. പേടിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നായ്ക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. 12 വർഷമായി. അപ്പൊ അതിന്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുക. ഞങ്ങള് ഒരു ചെറിയ പീസ് കേക്ക് എടുക്കാം. തോമസ് എന്ന തെരുവ് നായയുടെ 12ാം ജന്മദിനം ആഘോഷമാക്കുകയായിരുന്നു നാട്ടുകാർ. ആഘോഷം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. വലിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചും കേക്ക് കട്ട് ചെയ്തും ബിരിയാണിയും മുട്ടായിയും വിതരണം ചെയ്തുമുള്ള വലിയ ആഘോഷം. ഇതാണ് കഥാനായകൻ. വർഷങ്ങൾക്ക് മുൻപ് 1 മാസം പ്രായമുള്ള തോമസിനെ കടപ്പുറത്ത് ആരോ ഉപേക്ഷിച്ചതാണ്. മത്സ്യത്തൊഴിലാളിയായ ഡാൽഫിൻ നായ്ക്കുട്ടി എടുത്തുകൊണ്ടുപോയി പരിചരിച്ചു. തോമസ് എന്ന പേരും നൽകി. തോമസിന് കൂട്ടായി പിന്നീട് വാലാട്ടിയും വരുത്തനും ഷിബുവും മുത്തപ്പനും ബ്രൂണോയും തീരത്തെത്തി. കുഞ്ഞനാളിൽ ഇവിടെ എത്തിയ ആളാണ്. ഇതിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ഒരാളിങ്ങനെ കടലിൽ ഒരുപാട് കടക്ഷോഭം വന്നപ്പോഴത്തേനും ഒരാൾ കടലിലോട്ട് അങ്ങ് പോയി. ഇവനെ മിച്ചം കിട്ടിയത്. അന്ന് മുതലേ നമ്മൾ ആഹാരം കൊടുത്ത് വളർത്തി കൊണ്ടുവരുന്ന ആളാണ്. പിന്നെ മുനിസിപ്പാലിറ്റി ആളുകൾ വന്ന് പിന്നെ ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും മുനിസിപ്പാലിറ്റി ആളുകൾ വന്ന് പിന്നെ കുത്തിവെക്കാൻ കൊണ്ടുപോയിരുന്നു. അവരെവിടെ കൊണ്ട് ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഷെട്ട്ലോരെ ഞങ്ങൾ രാത്രി വണ്ടിയിലോടിച്ച് കൊണ്ടുവന്നായിരുന്നു. പിന്നെ അന്ന് പോലെ ഇവിടെ എല്ലാവർക്കും ഒരു കാവൽക്കാരൻ തന്നെ. തെരുവ് നായ്ക്കളെ എല്ലാവരും ആട്ടി ഓടിക്കുന്ന കാലത്താണ് ഒരു നാടൊന്നിച്ച് തെരുവ് നായയുടെ ബർത്ത്ഡേ തന്നെ ആഘോഷിക്കുന്നതെന്നതാണ് കൗതുകം. ജനം, കൊല്ലം.